ഇത്രയും വലിയൊരു മീൻ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഈ പോക്ക് പോകുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ചൂണ്ടയിട്ട് വെച്ചേക്കാണ് ബ്രാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ടേ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ബാഗൊക്കെ വണ്ടിയുമ്മൽ വെച്ച് രണ്ടാളും കൂടെ ഇറങ്ങി ഓടി കേട്ടോ. അപ്പം ഇങ്ങോട്ട് അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് ഞാനും പുറകെ പോയതാണ് ഫോണും എടുത്തിട്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ളതാണല്ലോ, കൂടെ പോകുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്തായാലും മീൻ കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പോരാത്തത് ഇത്രയും ദൂരം നടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാതിരുന്നതും. എന്നാലും വേണ്ടിയില്ല, ഇപ്പം ഇവിടെ പോവാതെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം മുഴുവൻ പഠിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ഒക്കെ ഇവർ കാണിക്കും. അപ്പോൾ പിന്നെ പോയി നോക്കിയിട്ട് മീൻ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നല്ല മൂടായിട്ട് തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിലേ പോവാന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇവിടെ ഇട്ടിട്ടിരിക്കുന്ന ഈ പാലെന്ന് പറയുന്നത് 3 കവുങ്ങ് ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ രണ്ടെണ്ണം മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ ഒരു കവുങ്ങ് കൂടെ വേണം അപ്പുറത്തെത്താൻ. അത് തന്നെ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു ടാസ്ക്. ഒരു കുഞ്ഞ് കിടങ്ങാണ്, പക്ഷെ അത് ചാടിക്കിടക്കണം, മൊത്തം ചളിയാണ്. അതിനെനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് തന്നെ നിന്ന് കേട്ടോ. അങ്ങനെ ഇതാണ് സംഭവം, കിണറാണ്. ഇതിനകത്താണ് ഇവർ ചൂണ്ടയിട്ട് വെക്കുന്നത്. ബ്രാലുണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായി ഇതിൻ്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വിടാറുമില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോട്ടോ, വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. മീനില്ല എന്ന് പറഞ്ഞ് കൂളായിട്ട് ഞാൻ ഇപ്പുറത്ത് നിന്ന് എന്തായാലും വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടുന്ന് ചൂണ്ട പൊക്കി നോക്കുമ്പോൾ മീനുണ്ടോ ഇല്ലയോ എന്നത് അതിൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ മീനിനെ കാണാം. ഇനി അങ്ങോട്ടാണ് പണി കിട്ടിയത്. ആ വള്ളിയിൽ ചൂണ്ട കുടുങ്ങി. പിന്നെ നല്ല വെയിറ്റുള്ള മീനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അതിനെന്തായാലും പുറത്തെത്തിക്കാൻ പറ്റില്ല. ആ പൊട്ടി അതിൽ തന്നെ വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്രയും മുകളിലെത്തിയപ്പോൾ താഴോട്ട് വീഴുന്നു പിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ കയ്യിൽ നിന്ന് പോയപ്പോൾ എന്തോ ഒരു സങ്കടം. ആൽവി മുട്ടം കരച്ചിലായിരുന്നു. അപ്പോൾ ഇന്ന് എത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.